എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 20 ശ്ലോകം 10, 11, 12, 13, 14, 15, 16 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. നായാട്ടിന് പോയ ദുഷ്യന്ത മഹാരാജാവ് കണ്വ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോ അതിസുന്ദരിയായ ഒരു യുവതിയെ കാണുന്നു. അവളില് അനുരക്തനാവണു. നായാട്ടിന്റെ കഥയൊക്കെ മറന്നു. പിന്നെ മഹാരാജാവ് പിന്നെ അവളെ എങ്ങനെ ലഭിക്കും എന്ന് മാത്രമാണ് ചിന്ത. അങ്ങനെതാ ആ സുന്ദരിയോട് വർത്തമാനം പറയണം. അങ്ങനെതാ നമ്മുടെ ശാകുന്തളം കഥ ആരംഭിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. തദ്ദർശന പ്രമുദിത സന്നിവൃത പരിശ്രമ പപ്രച്ഛ കാമസന്തപ്ത പ്രഹസൻ ശ്ലക്ഷ്ണയാ ഗിരാ. തദ്ദർശന പ്രമുദിത, അവളുടെ ദർശനത്താൽ പ്രമോദിച്ചവനും, സന്നിവൃത്ത പരിശ്രമ, സന്നിവൃത്തമായ പരിശ്രമത്തോടു കൂടിയവനും, കാമസന്തപ്ത, കാമത്താൽ സന്തപിച്ചവനുമായ ആ രാജാവ് പ്രഹസൻ, മന്ദഹാസം ചെയ്യുന്നവനായിട്ട്, ശ്ലക്ഷ്ണയാ ഗിര, മൃദുവായ വാക്കുകൊണ്ട് പപ്രച്ഛ, ചോദിച്ചു. ആ സ്ത്രീയെ കണ്ട മാത്രയിൽ തന്നെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ആ നായാട്ട നിമിത്തം ഉണ്ടായിരുന്ന പരിശ്രമം, അത് ക്ഷീണമൊക്കെ അങ്ങോട്ട് മറന്നു. അല്ലാതെ ക്ഷീണിച്ചു വന്നതാണ്. അതെല്ലാം ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി. ആ സുന്ദരിയിൽ മാത്രമായി പിന്നെ മഹാരാജാവിന് ശ്രദ്ധ. അവളിൽ ജനിച്ച കാമവൃത്തി നിമിത്തം പിന്നെ അതിനുള്ള വിഷമായി. എങ്ങനെ ഇനിയിപ്പോ ഇവളെ സ്വന്താക്കാം? മന്ദഹസിച്ചുകൊണ്ട് മൃദുവായ വാക്കുകൊണ്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്. കാത്തും കമലപത്രാക്ഷി കസ്യാസി ഹൃദയംഗമേ കിം വാ ചികീർഷിതം ത്വത്ര ഭവത്യാ നിർജ്ജനേ വനേ. കമലപത്രാക്ഷി, താമരദള നേത്രേ, ഹൃദയംഗമേ, മനോഹരി. കാത്വം, നീ ആരാ? കസ്യാസി, ആരുടെ സംബന്ധിയാകുന്നു? അത്ര നിർജ്ജനേവനെ, ഈ ജനസഞ്ചാരമില്ലാത്ത വനത്തിൽ, ഭവത്യ, ഭവതിയാൽ, ചികീർഷിതം കിം, ചെയ്യപ്പെടാൻ ഇച്ഛിക്കുന്നത് എന്താണ്? ഹേ കമലാക്ഷി, ഹേ മനോരമേ, നീ ആരാ? ആരുടെ പുത്രിയാ? ജനസഞ്ചാരമില്ലാത്ത ഈ വനത്തില് എന്ത് ചെയ്യാനാ നിന്റെ വിചാരം? എന്തിനു വേണ്ടിയിട്ടാ നീ ഈ കൊടുങ്കാട്ടിൽ വന്നത്? വ്യക്തം രാജന്യതനയാം വേദ്മ്യഹം ത്വാം സുമധ്യമേ നഹി ചേത പൗരവാണാം അധർമ്മേ രമതേ ക്വചിൽ. സുമധ്യമേ, സുന്ദരി, ത്വാം, നിന്നെ, രാജന്യതനയാം വ്യക്തം വേദ്മി, രാജപുത്രിയാണെന്ന് വ്യക്തമായിട്ട് ഞാൻ അറിയണം. പൗരവാണാം ചേത, പൗരന്മാരുടെ മനസ്സ്, അധർമ്മേ, അധർമ്മത്തിൽ, ക്വചിൽ നഹി രമതേ, ഒരു കാലത്ത് രമിക്കുകയില്ല. മഹാരാജാവ് പറയാണ്, ഹേ സുന്ദരി, നീ ഒരു രാജകുമാരിയാണെന്ന് ഞാൻ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്നു. എനിക്ക് മനസ്സിലായത് എങ്ങനെയാന്ന് വെച്ചാൽ, എന്റെ മനസ്സ് നിന്നിൽ ആനന്ദിക്കുന്നു. ഞാൻ പൂരു മഹാരാജാവിന്റെ വംശത്തിൽ ജനിച്ച രാജാവാണ്. പൂരുവംശത്തിൽ ജനിച്ച രാജാക്കന്മാരുടെ മനസ്സ് ശാസ്ത്രത്താൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന അധർമ്മ വിഷയത്തിൽ ഒരു കാലത്തും രമിക്കില്ല. അതുകൊണ്ട് എനിക്ക് തീർച്ചയുണ്ട് നീ ഒരു രാജപുത്രി തന്നെയാണ്. അതാ ശകുന്തള മറുപടി പറയണം. വിശ്വാമിത്രാത്മജൈവാഹം ത്യക്താമേനകയാവനെ വേദൈതൽ ഭഗവാൻ കണ്ണോ വീര കിം കരവാമതേ. മേനകയാ, മേനകയാൽ, വനേ ത്യക്ത അഹം, വനത്തിൽ ത്യജിക്കപ്പെട്ട ഞാൻ, വിശ്വാമിത്രാത്മജായവ, വിശ്വാമിത്ര പുത്രി തന്നെ, ഭഗവാൻ കണ്വ, ഭഗവാനായ കണ്വൻ, ഏതത് വേദ, ഇതറിയുന്നു, വീര, ഹേ ശൂര, തേ, അങ്ങയ്ക്ക്, കിം കരവാമ, ഞങ്ങൾ എന്ത് ചെയ്യണം? ശകുന്തള പറഞ്ഞു, വിശ്വാമിത്രന് മേനക എന്ന അപ്സര സ്ത്രീയിൽ ജനിച്ച പുത്രി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ രാജപുത്രി തന്നെയാണ് അങ്ങ് വിചാരിച്ച പോലെ. അങ്ങനെ അമ്മയായ മേനക എന്നെ വനത്തിൽ ഉപേക്ഷിച്ചപ്പോ ഭഗവാൻ കണ്ണുമണി എന്നെ എടുത്ത് വളർത്തിയതാണ്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനിത് അറിഞ്ഞത് എന്ന് പറയും. ഹേ വീരനായ രാജാവേ, ഞാനും എന്റെ ഈ സഖികളും അങ്ങക്ക് ഇപ്പോ എന്താ ചെയ്തു തരേണ്ടത്? ആസ്യതാം ഹ്യരവിന്ദാക്ഷ ഗൃഹ്യതാം അർഹണം ചന ഉജ്യതാം സന്ധി നീവാര ഉഷ്യ
ഉഷ്യതാം യതി രോചത്തെ. അരവിന്ദാക്ഷ, താമരദള നേത്ര, ആസ്യതാം ഇരുന്നാലും, ന അർഹണം ഞങ്ങളുടെ പൂജ, ഗൃഹ്യതാം ഗ്രഹിക്കപ്പെട്ടാലും, നീവാരാ സന്ധി നീവാരങ്ങളുണ്ട്, ഭുജ്യതാം ഭുജിക്കപ്പെട്ടാലും, യതി രോചത്തെ ഉഷ്യതാം രുചിക്കുന്ന പക്ഷം വസിച്ചാലും. അതിഥി സൽക്കാരത്തില് വളരെ കണ്വ മഹർഷി വളരെ ഇത്രയും അതിഥി സൽക്കാരം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അതൊക്കെ ശകുന്തളയ്ക്കും ആ ഗുണങ്ങളൊക്കെ ഉണ്ട്. പറയണു, ഹേ താമര സാക്ഷ, അങ്ങ് ഇവിടെ ഇരിക്കും, ഞങ്ങൾ ചെയ്യുന്ന പൂജ അങ്ങ് സ്വീകരിക്കണം. ഇവിടെ തിന മുതലായിട്ടുള്ള ധാരാളം ധാന്യങ്ങളുണ്ട്, അങ്ങക്ക് അത് ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ദിവസം ഇവിടെ താമസിച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇവിടെ സുഖമായിട്ട് താമസിക്കാമെന്ന് പറയുന്നു. ദുഷ്യന്ത ഉവാച ഉപപന്നമിതം സുഭ്രു ജാതായാ കുശികാന്വയേ സ്വയം ഹി വൃണുതേ രാജ്ഞാം കന്യകാ സദൃശം വരം. സുഭ്രു സുന്ദരി, കുശികാന്വയെ കുശിക വംശത്തിൽ ജാതായ ജനിച്ചവൾക്ക്, ഇതും ഉപപന്നം ഇത് യുക്തം, ഹി യാതൊന്നു ഹേതുവായിട്ട്, രാജ്ഞാം കന്യകാഹ രാജാക്കന്മാരുടെ കന്യകമാർ, സ്വയം സ്വേച്ഛയാ സദൃശം വരം സദൃശനായ വരനെ വൃണുതെ വരിക്കുന്നു. ദുഷ്യന്ത മഹാരാജാവിന് കേട്ടപ്പോ സന്തോഷമായി. വിശ്വാമിത്രന്റെ പുത്രിയാണെന്ന് പറഞ്ഞപ്പോ, കൗശിക വംശത്തില് ജനിച്ചതുകൊണ്ട് അതാണ് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചല്ലോ ശകുന്തള. അപ്പൊ അവളുടെ അഭിപ്രായം അറിഞ്ഞ ദുഷ്യന്തൻ പറയണം, ഹേ സുന്ദരി, കുശിക വംശത്തിൽ ജനിച്ച നിന്റെ ഈ സൗജന്യം, ഈ ആതിഥ്യം സമുചിതം തന്നെ, അത് ഉചിതം തന്നെയാണ്. എന്തുകൊണ്ടെന്നാ രാജകന്യകമാർക്ക് സ്വേച്ഛയാ തന്നെ സദൃശനായ ഭർത്താവിനെ വരിക്കാൻ അധികാരമുണ്ടല്ലോ, സ്വയംവരം ചെയ്യാൻ അധികാരമുണ്ടല്ലോ അവര് രാജകന്യകമാർ. സന്തോഷായി ദുഷ്യന്തന്. ഓം ഇത്യുക്തേ യഥാധർമ്മം ഉപയേമേ ശകുന്തളാം ഗാന്ധർവ വിധിനാ രാജ ദേശകാല വിധാനവിത്. ഓം ഇതി ഉക്തേ അംഗീകരിക്കപ്പെട്ടപ്പോൾ, ദേശകാല വിധാനവിത് രാജ, ദേശകാല വിധി വിശേഷങ്ങളെ അറിയുന്ന രാജാവ്, ഗാന്ധർവ വിധിന ഗാന്ധർവ വിധി പ്രകാരം, യഥാധർമ്മം ധർമ്മം തെറ്റാത്ത വിധത്തിൽ, ശകുന്തളാം ശകുന്തളയെ ഉപയമേ വിവാഹം കഴിച്ചു. അതിസുന്ദരനാണ് ദുഷ്യന്ത മഹാരാജാവും. ശകുന്തളയ്ക്കും എതിർപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ ശകുന്തള സമ്മതിച്ചപ്പോ ദേശകാലാവധി വിശേഷങ്ങളെ നന്നായി അറിയുന്ന രാജാവ് അന്യോന്യ ശപഥപ്രകാരം, രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം തന്നെ, ഗാന്ധർവ വിധി പ്രകാരം രാജധർമ്മത്തിന് ദോഷം നേരിടാത്ത വിധത്തിൽ ശകുന്തളയെ വിവാഹം ചെയ്തു. മാതാപിതാക്കളുടെ സമ്മതമൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ വിവാഹത്തിന്. വധൂവരന്മാര് അന്യോന്യം സ്നേഹിച്ച് നടത്തുകയാണെങ്കിൽ അങ്ങനെ നടത്തുന്ന വിവാഹത്തിനാണ് ഗാന്ധർവം എന്ന് പേര്. ക്ഷത്രിയ സ്ത്രീകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള വിവാഹത്തിന് അധികാരമുള്ളൂ എന്നും കൂടി അത് സ്മൃതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ദുഷ്യന്തൻ ശകുന്തളയെ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്തു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.